കോഴിക്കോട് കൂടരഞ്ഞിയിലും സമാനമായ പ്രതിഭാസമുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെയും പ്രകമ്പനമുണ്ട്, ഉഗ്രശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് നാട്ടുകാർ പറയുന്നത്? ഏതാണ്ട് ഈ വയനാട്ടിലെ വിവിധ മേഖലകളിലെ അതേ ശബ്ദം, അതേ ആശങ്ക അവർക്കും അവിടെ പങ്കുവയ്ക്കാനുണ്ടോ? വിജയകുമാർ, ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ആളുകൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് കൂടരഞ്ഞി ഭാഗത്തുള്ളവരും പറയുന്നത്. ഉഗ്രമായിട്ടുള്ള ശബ്ദം കേട്ടു. അതുപോലെ തന്നെ ഈ ഓട് ഇട്ട വീടുകളിലേക്ക് ഓടുകൾ ഇളകി, ജനാലകളും അതുപോലെ വാതിലുകളും അടഞ്ഞു, അതുപോലെ തന്നെ പാത്രങ്ങൾ കുലുങ്ങി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഭൂചലനം ഉണ്ടായി എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഒരു വലിയ ആശങ്ക നാട്ടുകാർക്കിടയിൽ ഉണ്ട്. പ്രധാനമായും കൂടരഞ്ഞി ഭാഗത്താണ് ഈ സംഭവം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജിയോളജി വകുപ്പിന്റെ ഉൾപ്പെടെ പരിശോധന വേണം. വലിയൊരു ആശങ്കയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. വയനാട്ടിൽ ഉണ്ടായതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വേണം ഈ കാര്യം കൂടി കണ്ടെത്താൻ. പ്രധാനമായും ഇത് ഒരു ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയാണ്. വയനാടും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ഈ മലയോര മേഖലയായിട്ടുള്ള കൂടരഞ്ഞി ഭാഗവും ഒക്കെ വലിയ അകലമില്ലാതെ ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വയനാട് ഉണ്ടായതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും നാട്ടുകാർ ഇങ്ങനെ അസാധാരണ ശബ്ദം കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാത്രങ്ങൾ കുലുങ്ങുക അതുപോലെയുള്ള സംഭവങ്ങൾക്ക് അവർ സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. ഫാനുകൾ തൂങ്ങിക്കിടക്കുന്ന ഫാനുകളൊക്കെ തന്നെ അവിടേക്ക് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നീങ്ങിയിട്ടുണ്ടോ സമീർ? ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ പലയിടത്തുനിന്നും ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിക്കുന്നതടക്കം ഒരു സ്കൂൾ ഉണ്ടായിരുന്നതിന് അവധി കൊടുക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ നിലയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമോ? അവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ നീങ്ങിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ അതിൻ്റെ? നിലവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, അതായത് സ്കൂളുകൾക്ക് അവധി നൽകുകയോ മറ്റു തരത്തിലുള്ള നടപടികളിലേക്കോ നീങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം അല്പസമയം മുമ്പാണ് ഈ സംഭവം നാട്ടുകാർ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിർദ്ദേശം ഇപ്പോൾ വിവരം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശങ്ക ഉണ്ടാവുകയാണ് എങ്കിൽ ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും എന്ന കാര്യം കൂടി ജില്ലാ ഭരണകൂടം നൽകും. ശരി സമീർ, എന്തായാലും എന്താണ് അവിടുത്തെ നീക്കങ്ങൾ? കൂടരഞ്ഞിയിലും പ്രകമ്പനം, ഉഗ്രശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ പോകേണ്ടി വരും. അവിടെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനും ഇടപെടൽ വേണ്ടിവരും. ഒരിക്കൽ കൂടി നമ്മൾ സജോയിലേക്ക്. സജോ, അവിടുത്തെ അംഗൻവാടി കുട്ടികളെ അവിടെ നിന്ന് വീടുകളിലേക്ക് പോയിട്ടുണ്ട്, അവരെ അയച്ചിട്ടുണ്ട്, സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങൾ ഇപ്പോൾ RARS, മാങ്കോമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി, മയിലാടിപ്പടി, ചോലപ്പുടം, തെക്കുംതറ ഭാഗങ്ങളിലാണ് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നുണ്ട്. ഔദ്യോഗികമായി അറിയിപ്പ് വരുന്നുണ്ട്.